Chess number 136 on stage and your time starts now. എല്ലാവർക്കും ഗുരുദേവ നമസ്കാരം. ഇന്നത്തെ എന്റെ പ്രസംഗ വിഷയം അരിപ്പുറം പ്രതിഷ്ഠ എന്നതാണ്. അധസ്ഥിത ജനവിഭാഗത്തിന് ക്ഷേത്രപ്രവേശനം അനുവദനീയമല്ലാതിരുന്ന കാലത്ത് അവർക്ക് പൂജിക്കാനും പ്രാർത്ഥിക്കാനും ഒരു ക്ഷേത്രം വേണമെന്ന് കണ്ടറിഞ്ഞ ഗുരുദേവൻ 1888 മഹാശിവരാത്രി നാൾ അരിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തി. വിഗ്രഹങ്ങളോ കെട്ടിടങ്ങളോ പണിയിക്കാനോ ആ കാട്ടുപ്രദേശത്ത് യാതൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല. ഏതാനും മൃതക്കാരും ഭജനക്കാരും ശിവരാത്രി നാൾ ഉറക്ക വിളക്കാനായിട്ട് അവിടെ എത്തിയിരുന്നു. പ്രതിഷ്ഠയുടെ സംരംഭമായി കുറെ പൂക്കളും വിളക്കുകളും നാദസ്വര വായനയും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പീഠമായി സങ്കല്പിച്ച പാറയുടെ മീതെ ഒരു ചെറിയ പന്തൽ ഉയർത്തിക്കെട്ടിയിരുന്നു. സ്വാമിത്വപാദങ്ങൾ നെയ്യാറുള്ള ശങ്കരക്കുഴിയിൽ നിന്നും മുങ്ങിയെടുത്ത ശിലയിൽ പീഠമായി സങ്കല്പിച്ച പാറയെ പ്രതിഷ്ഠിച്ചു. ആ സമയം ആകാശത്ത് നിന്ന് കാന്തിക പ്രസരം ഉണ്ടാവുകയും അത് ശിവലിംഗത്തിൽ ലയിച്ചു. ശിവലിംഗവും പാറയും ഒന്നായി ചേർന്നു. കാണികൾ ഭക്തിപൂർവം പഞ്ചാക്ഷര മന്ത്രം ഒരു വിട്ട് ചുറ്റും നിന്നിരുന്നു. ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് ശേഷം തൃപ്പാദങ്ങളുടെ മഹാസന്ദേശം ആ ക്ഷേത്ര ചുമരുകൾ ആലേഖനം ചെയ്തു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. കേരള നവോത്ഥാനത്തിന്റെ നാഴികക്കല്ലെന്നാണ് അരിപ്പുറം ശിവപ്രതിഷ്ഠയെ വിശേഷിപ്പിക്കുന്നത്. ഗുരുദേവൻ നടത്തിയ ക്ഷേത്രപ്രതിഷ്ഠയെ ചോദ്യം ചെയ്യാനെത്തിയ സവർണ മേധാവികളോട് നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് മറുപടി നൽകിയിരുന്നു. കേരളത്തിലെ സാമൂഹിക വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ അരിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠയിലൂടെയാണ്. ജാതിമത ഭേദങ്ങളില്ലാതെ ഏവരും സോദരത്വേന വാഴുന്ന ഒരു ഏകലോക വ്യവസ്ഥയാണ് ഗുരുദേവൻ അരിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠയെ വിഭാവനം ചെയ്തത്. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.